കോഴിക്കോട് ബിജെപിയിൽ പൊട്ടിത്തെറി. നാദാപുരത്ത് മത്സരിച്ച വിമത സ്ഥാനാർത്ഥി ഉൾപ്പെടെ 9 പേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് മുന്നണിയിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്. അതേസമയം നടപടിക്കെതിരെ ഒരു വിഭാഗം പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കിയതോടെ ഭിന്നതകൾ പുറത്തുവന്നതിന്റെ ആശങ്കയിലാണ് ബിജെപി ജില്ലാ നേതൃത്വം. വടകര, നാദാപുരം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ നേരത്തെ തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഇതൊന്നും വകവയ്ക്കാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെയാണ് ബിജെപിയിലെ ഒരു വിഭാഗം നേതാക്കൾ വിമതരെ രംഗത്തിറക്കുന്നത്. ഇതിനു പിന്നാലെ വിമത നീക്കം നടത്തിയ നേതാക്കൾക്കെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് ബിജെപി. കഴിഞ്ഞ ദിവസമാണ് വടകരയിൽ വിമത സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ച പി ശ്യാംരാജ്, നാദാപുരത്തെ വിമത സ്ഥാനാർത്ഥി NB പത്മകുമാർ ഉൾപ്പെടെ 9 പേരെ ബിജെപിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത്. ഗുരുതരമായ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാരോപിച്ചായിരുന്നു നടപടി. സംഭവത്തിന് പിന്നാലെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ. നടപടി പ്രഖ്യാപിച്ച ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് CR പ്രഫുൽ കൃഷ്ണയുടെ കോലം കത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധത്തിന് തുടക്കമിട്ടത്. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതകളാണ് വിമത നീക്കത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി പുറത്താക്കിയവർക്ക് പിന്തുണയുമായി പാർട്ടി പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിഷേധം കടുപ്പിക്കുന്നതിനും അപ്പുറം വിമത നീക്കം ബിജെപിയുടെ വോട്ട് ചോർച്ചയ്ക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.